നീണ്ട മുടിയുള്ള വിടർന്ന കണ്ണുകളുമുള്ള ശാലീന സൗന്ദര്യമാണ് രശ്മി സോമനെ ആരാധകരിലേക്ക് അടുപ്പിക്കുന്നത്. സിനിമകളിലും സീരിയലുകളിലും ഒരുപോലെ തിളങ്ങി നിന്നിരുന്ന രശ്മി ആദ്യ വിവാഹത്തിനു ശേഷവും അഭിനയരംഗത്ത് സജീവമായിരുന്നു. ആദ്യ ഭർത്താവ് AM നസീർ സൂപ്പർ ഹിറ്റ് സംവിധായകനായിരുന്നതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ സീരിയലുകളിലൂടെയായിരുന്നു രശ്മി മിനി സ്ക്രീനിൽ നിറഞ്ഞത്. എന്നാൽ ദാമ്പത്യം പതുക്കെ തകർച്ചയുടെ വക്കിലേക്ക് പോയപ്പോൾ പരസ്പരം പഴിചാരലുകൾക്കോ കുറ്റപ്പെടുത്തലുകൾക്കോ നിൽക്കാതെ വിവാഹമോചനം നേടിയ ഇരുവരും പതിയെ പുതിയൊരു ജീവിതത്തിലേക്കും കടക്കുകയായിരുന്നു. തുടർന്ന് രണ്ടാം ജീവിതത്തിന്റെ ഭാഗമായി വിദേശത്തേക്ക് പോയ രശ്മി സോമൻ ആ കാലത്താണ് തന്റെ ജീവിതം അഭിനയം തന്നെയാണെന്ന് തിരിച്ചറിഞ്ഞതും പതിയെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലേക്ക് തിരിച്ചെത്തിയതും. ഇപ്പോൾ കൈനിറയെ സീരിയലുകളുമായി നാട്ടിൽ തന്നെയുള്ള രശ്മി ഭർത്താവ് ഗോപിനാഥിനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചിട്ട് ഏറെയായെങ്കിലും ഇരുവരുടെയും വിവാഹ ജീവിതത്തിന് 10 വർഷം തികയാൻ പോവുകയാണ്. തികഞ്ഞ ഈശ്വരവിശ്വാസികളാണ് രശ്മിയുടെ മാതാപിതാക്കളായ സോമനും രാജിയും. ദമ്പതികളുടെ ഏക മകളാണ് രശ്മി സോമൻ. എല്ലാ മാസവും പറ്റുമെങ്കിൽ മുടങ്ങാതെ ഗുരുവായൂരപ്പനെ തൊഴാനെത്തുന്ന കുടുംബമാണ് രശ്മിയുടേത്. ചെറുപ്പം മുതലൊക്കെ ക്ലാസിക്കൽ നൃത്തം അഭ്യസിച്ചിരുന്ന രശ്മി അതുവഴി തന്നെയാണ് അഭിനയ ലോകത്തേക്കും എത്തിയത്. 1993 13 വയസ്സൊക്കെ പ്രായമുള്ളപ്പോഴാണ് മഗ്രിബ് എന്ന സിനിമയിലൂടെ നടിയായി മാറുന്നത്. പതുക്കെ പതുക്കെ ഒരു നായകാവേഷത്തിലേക്ക് എത്താൻ ഒരുങ്ങിയെങ്കിലും ദിലീപിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രമാണ് കല്യാണ സൗഗന്ധികമൊക്കെ കൈവിട്ടു പോവുകയായിരുന്നു. ഗൾഫിലായിരുന്നു അച്ഛൻ. അമ്മയ്ക്കും കുടുംബത്തിനും ഒന്നും അഭിനയമത്ര ഇഷ്ടവുമല്ല. രശ്മിയെ ഒരു സർക്കാർ ജോലിക്കാരിയാക്കണം എന്നതായിരുന്നു വീട്ടുകാരുടെ ഇഷ്ടം. അതുകൊണ്ട് തന്നെ നായികയായി അവസരം വന്നപ്പോൾ നോ പറഞ്ഞു. എന്നാൽ സീരിയലുകളിലേക്ക് എത്തിയപ്പോൾ രശ്മിയുടെ സമയം തെളിയുകയായിരുന്നു. ഹരി, സമയം, താലി, അക്ഷയപാത്രം, സപത്നി, ഭാര്യ, സ്വർഗരാഗം, അപർണ, മകൾ, മരുമകൾ എന്നിങ്ങനെ നിന്നുതിരിയാൻ നേരമില്ലാത്ത വിധം സീരിയലുകൾ രശ്മിയെ തേടിയെത്തി. 2001 6 സീരിയലുകൾ വരെ അഭിനയിച്ചു നിൽക്കവെയാണ് സൂപ്പർ ഹിറ്റ് സംവിധായകനായി മാറുകയായിരുന്ന AM നസീറുമായി പ്രണയവിവാഹം നടക്കുന്നത്. പിന്നീടങ്ങോട്ട് ഇരുവരും ചേർന്ന് സൂപ്പർ ഹിറ്റ് സീരിയലുകളിലും സമ്മാനിച്ചു. മാംഗല്യം, മന്ത്രകോടി, കടമറ്റത്ത് കത്തനാർ, കൃഷ്ണകൃപാസാഗരം, നൊമ്പരപ്പൂവ്, സ്വാമി അയ്യപ്പൻ തുടങ്ങി കൈനിറയെ സീരിയലുകളും തിരക്കും. ഇതോടെ സ്വകാര്യ ജീവിതത്തിൽ ഇരുവർക്കും ചില പാളിച്ചകളും സംഭവിച്ചതോടെയാണ് 2012 വിവാഹമോചിതരായത്. തുടർന്ന് 3 വർഷങ്ങൾക്കിപ്പുറം ദുബായിൽ ബിസിനസ്സുകാരനായ ഗോപിനാഥുമായി രണ്ടാം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുകയായിരുന്നു രശ്മി. വീട്ടുകാരെയും ഒപ്പം ചേർത്തുപിടിച്ചുള്ള ആ വിവാഹ ചിത്രങ്ങൾ അപ്രതീക്ഷിതമായിട്ടായിരുന്നു ആരാധകരിലേക്ക് എത്തിയത്. തുടർന്ന് വിവാഹശേഷം ഭർത്താവുമൊത്ത് ദുബായിൽ സ്ഥിരതാമസമാക്കിയ രശ്മി ദുബായിൽ നിന്നും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കും തിരികെ അവധി കിട്ടുന്നതനുസരിച്ച് ഭർത്താവിന്റെ അടുത്തേക്കുമുള്ള യാത്രകളിലായിരുന്നു. ദുബായിലെത്തിയാൽ പകുതി വീട്ടമ്മയായും പകുതി യൂട്യൂബ് ബ്ലോഗറായും രശ്മി മാറും. അതായിരുന്നു രീതി. അതിനിടെയാണ് കാർത്തിക ദീപം എന്ന സീരിയലിലൂടെ മിനി സ്ക്രീനിലേക്ക് തിരിച്ചു വന്നത്. രണ്ടാം വിവാഹ ജീവിതത്തിന് 10 വർഷം തികയുകയാണ് ഈ ജൂലൈയിൽ. രണ്ടാം വിവാഹ ജീവിതത്തിലും മക്കൾ ജനിച്ചിട്ടില്ലെങ്കിലും രശ്മിക്ക് എല്ലാവിധ പിന്തുണയുമായാണ് ഗോപിനാഥ് ഒപ്പം നിൽക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.